കുടിയിറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിൽ ചിന്നക്കനാൽ മൂന്നാർ ദേവികുളം നിവാസികൾ ജനവാസ മേഖലകളും തോട്ടം മേഖലകളും ഉൾപ്പെടുത്തി 17,066.49 ഏക്കർ ഭൂമി വനമാക്കാനുള്ള നീക്കത്തിന്റെ അന്തിമ നടപടികളിലേക്ക് കടന്ന് സംസ്ഥാന സർക്കാർ. സൂര്യനെല്ലിയിലും ചെങ്കുളത്തും ചിന്നക്കനാലിലും ആനയിറങ്കലിലും കുമളിയിലും സംസ്ഥാന സർക്കാർ 1837 ഏക്കർ ഭൂമി സംരക്ഷിത വനമായി വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെയാണ് വർഷങ്ങളായി മരവിച്ചിരുന്ന നടപടികൾക്ക് വേഗം കൂടിയിരിക്കുന്നത്. മൂന്നാറിൽ കണ്ണൻദേവൻ റിസർവ് എന്ന പേരിൽ 2010 VS സർക്കാർ സംരക്ഷിത വനത്തിന്റെ കരട് വിജ്ഞാപനം ഇറക്കിയിരുന്നു. ഈ വിജ്ഞാപനത്തിന്റെ അന്തിമ നടപടികളിലേക്കാണ് സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നത്. 2010 ഒക്ടോബർ 8-നാണ് കണ്ണൻദേവൻ റിസർവ് എന്ന പേരിൽ മൂന്നാറിൽ സംരക്ഷിത വനത്തിന്റെ കരട് വിജ്ഞാപനം ഇറങ്ങുന്നത്. ഫോറസ്റ്റ് സെറ്റിൽമെന്റ് ഓഫീസറായി ദേവികുളം RDOയെ നിയമിക്കുകയും ചെയ്തു. ഇതിനുശേഷം 2021 അവസാനം വരെ ഈ റിസർവിന്റെ തുടർ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. കരട് വിജ്ഞാപനത്തിന്റെ പരിധിയിൽ വരുന്ന സർവേ നമ്പറിൽ ഉൾപ്പെട്ട ഭൂമിയുടെ ലാൻഡ് രജിസ്റ്ററിന്റെ പകർപ്പ് ലഭ്യമാക്കുന്നതിനായി വനം വകുപ്പ് റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് 2021 ഡിസംബർ 15 നൽകിയ കത്തിന്റെ പകർപ്പ് പുറത്തു വന്നതോടെയാണ് കണ്ണൻദേവൻ റിസർവിന്റെ അന്തിമ വിജ്ഞാപനം ഇറക്കുന്നതിനുള്ള നടപടികൾ പുനരാരംഭിച്ചുവെന്ന് വ്യക്തമായത്. ദേവികുളം താലൂക്കിലെ KDH P16, 17, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 41, 43 ബ്ലോക്ക് നമ്പറുകളിൽ ഉൾപ്പെട്ട ഭൂമിയാണ് കണ്ണൻദേവൻ റിസർവിലുള്ളത്. സെവൻമല, ലക്ഷ്മി, ചൊക്കനാട് തുടങ്ങിയ എസ്റ്റേറ്റ് ഡിവിഷനുകൾ ഈ റിസർവിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള ബ്ലോക്ക് നമ്പർ 16-ലെ ഭൂമിയും പള്ളിവാസൽ, കാന്തല്ലൂർ, വട്ടവട വില്ലേജുകളിലെ അതിർത്തി വരെയുള്ള തോട്ടങ്ങൾ ഒഴികെയുള്ള ഭൂമിയും കരട് വിജ്ഞാപന പ്രകാരം സംരക്ഷിത വനമാണ്. മൂന്നാർ ഗവൺമെന്റ് കോളേജും സർക്കാർ ക്വാർട്ടേഴ്സും സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് നമ്പർ 53 ഇതിൽ ഉൾപ്പെടുന്നു. വനനിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള കേരള സർക്കാരിന്റെ, പ്രത്യേകിച്ച് വനം വകുപ്പിന്റെ രഹസ്യമായ നീക്കങ്ങൾ ജില്ലയിലെ ജനങ്ങളെ ഇവിടെ നിന്ന് പൂർണ്ണമായി കുടിയിറക്കി ജില്ല ഒരു പരിപൂർണ വനമാക്കി മാറ്റുന്നതിനുള്ള രഹസ്യ അജണ്ടയുടെ ഭാഗമാണെന്ന് ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഇതിനു മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സർക്കാരിന്റെ ചെറിയ രഹസ്യമായ നീക്കങ്ങൾ മൂന്നാറിനെ കൂടി വനനിയമം ബാധകമാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസം മേഖല എന്നറിയപ്പെടുന്ന മൂന്നാറ് ജനങ്ങൾക്ക് അപ്രാപ്യമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആനയിറങ്കൽ അടക്കമുള്ള പ്രദേശങ്ങൾ നേരത്തെ ടൂറിസം തന്നെ അവസാനിപ്പിച്ച് വനമാക്കി വിജ്ഞാപനം ചെയ്തിട്ട് നാളുകൾ അധികമായിട്ടില്ല. നൂറുകണക്കിന് എസ്റ്റേറ്റ് ലയങ്ങളും ആയിരക്കണക്കിന് തൊഴിലാളികളും റിസർവിന്റെ പരിധിയിൽ താമസിക്കുന്നുണ്ട്. എസ്റ്റേറ്റ് ലയങ്ങളോട് ചേർന്ന സംരക്ഷിത വനമുണ്ടായാൽ വന്യജീവി ശല്യം കാരണം ഈ പ്രദേശങ്ങളിൽ ജനജീവിതം അസാധ്യമായി മാറും. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ദിനംപ്രതി വരുന്ന മൂന്നാർ ടൗണിന് ചുറ്റും സംരക്ഷിത വനമാകും. പദ്ധതി നടപ്പിലായാൽ കുടിയിറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.